ഹായ് മക്കളെ, ശരിക്കും ഒരു വേദനയോട് കൂടിയാണ് അല്ലെങ്കിൽ സങ്കടകരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രത്തോളം വിദ്യാർത്ഥികൾ നെഞ്ചിലേറ്റിയ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത്രത്തോളം കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന നമ്മുടെ എജുപോർട്ടിനെ പറ്റി ഈ അടുത്ത് ഒരു പത്ര കട്ടിങ്സ് വന്നു മാതൃഭൂമിയിൽ, അല്ലേ? നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താണ് ആ പത്ര കട്ടിങ്സിൽ പറയുന്നത്? പ്രമുഖ യൂട്യൂബർ എന്ന് വെച്ചാൽ നമ്മുടെ അജ്ജാ സാറിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു കള്ളം പറഞ്ഞാൽ മതി, നിങ്ങൾ സ്കൂളിൽ പോകണ്ട. എന്തൊരു അപഹാസ്യപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളും ഈ വീഡിയോ കണ്ടതല്ലേ? അതിലെന്താണ് കൃത്യമായിട്ട് അജ്ജാ സാർ പറയുന്നത്? അതിൽ പറയുന്ന കാര്യം ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഒരു 6 മണിക്കൂർ വെറുതെ വർത്താനം പറയാനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എക്സാം അടുത്തതല്ലേ, വീട്ടിലിരുന്ന് പഠിച്ചു. ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാത്തവർ അവർ സ്കൂളിൽ തന്നെ പോകണം. ഇനി വീട്ടിലിരുന്ന് ഒരു ദിവസം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പാരൻസ് നോക്കുക, കുട്ടി പഠിക്കുന്നുണ്ടോ, അതോ ഫോണിൽ വെറുതെ ഇരുന്ന് കളിക്കുകയാണോ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് കളിക്കുകയാണോ. അങ്ങനെയുള്ളവർ സ്കൂളിൽ തന്നെ പോവാം. ഇതല്ലേ പറഞ്ഞത്? ഇതിൻ്റെ പേരിലാണ് നമ്മുടെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇത്രയേറെ നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ്. എനിക്ക് മക്കളെ, നമ്മുടെ എജുപോർട്ടിൻ്റെ ഈ ഒരു കാര്യം, എജുപോർട്ട് പൂട്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഗ്രൂപ്പിസം തന്നെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൊറോണ കാലമാണ്. അതായത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇപ്പോഴത്തെ SSLC മക്കൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സമയം, 2020, 2019, 20 കാലഘട്ടം. കൊറോണയിൽ മുഴുകി നിൽക്കുമ്പോൾ ആർക്കും ക്ലാസ് കിട്ടുന്നില്ല, എവിടെയും ക്ലാസ്സുകളില്ല. ആ സമയത്താണ് നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്ത ഒരു നിമിഷത്തിലേക്കാണ് നമ്മുടെ അജ്ജാ സാറ് ഏതിലേക്ക് വരുന്നത്? നമ്മളെ ലൈവിലേക്ക് വരുന്നത്, മാത്സ് ലൈവിലേക്ക്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട്, കുട്ടികൾ ലക്ഷോപലക്ഷം കുട്ടികൾ ഏറ്റെടുത്തു. ഫിസിക്സ് കൂടി തരാൻ പറ്റുമോ സാറെന്ന് വെച്ചു. ഓക്കെ, ഫിസിക്സ് കൊടുത്തു. പിന്നീട് കെമിസ്ട്രിയും സോഷ്യലും ബയോളജിയും, എന്തിന് മലയാളവും അറബിയും എല്ലാ വിഷയങ്ങളും IT ഉൾപ്പെടെ നമ്മൾ വൃത്തിയായിട്ട് കൊടുത്തു. ആ എജുപോർട്ടിൻ്റെ വളർച്ചയാണ് ഇന്ന് ഓരോ പത്രങ്ങളും ഓരോ ഗ്രൂപ്പും പൂട്ടിക്കാൻ ഒരുങ്ങുന്നത്. മക്കളെ, നിങ്ങളില്ലട കൂടെ, നിങ്ങളില്ലേ നമ്മുടെ കൂടെ? നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഇല്ലേ? എന്താണ് പറയേണ്ടത് എനിക്കെന്ന് കറക്റ്റ് അറിയുന്നില്ല. ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും പ്രിപ്പയർഡായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരാം. പക്ഷേ ഈ വീഡിയോക്ക് മാത്രം എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്ത് പറയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മക്കളെ, നമ്മൾ ഇതിനൊരു കറക്റ്റ് മറുപടി കൊടുക്കണ്ടേ? ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മളെങ്ങനെ പൂട്ടിക്കാനുള്ള ഒരു ഗ്രൂപ്പിസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ നമ്മുടെ JEE റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇത്രയേറെ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇത്രയേറെ റിസൾട്ട് ഉണ്ടാക്കിയ മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല. എന്തിന് സ്ക്രീനിൽ ഇങ്ങനെ നമുക്കിത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ കിഡിലൻ റിസൾട്ടാണ് കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമായി എജുപോർട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരു കണ്ണിക്കടി ഉണ്ടാവും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുയിന്ത് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അസൂയ, കുശുമ്പ്. എനിക്ക് തോന്നുന്നു അതാണോ ഇനി കുട്ടികളെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു കുശുമ്പാണ്, അല്ലെങ്കിൽ ആ ഒരു അസൂയ, അതാണോ പ്രശ്നം? JEEൽ ഇത്രയേറെ മാർക്ക് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ, നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കുട്ടികൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് കുട്ടികൾക്ക്. ഇതിനൊക്കെ നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ? മക്കളെ, നമ്മുടെ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ ഇതിനൊക്കെയുള്ള വിശദീകരണം നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇതിനൊക്കെയുള്ള വിശദീകരണം നമ്മൾ കൃത്യമായിട്ട് ആർക്കാണോ എജുപോർട്ടിനെ പൂട്ടിക്കേണ്ടത് അവർക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇന്ന് കൃത്യം 7 മണിക്ക് നിങ്ങൾ വന്നാൽ മതി. ഇന്ന് കൃത്യം 7 മണിക്ക്. കാരണം നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന SSLC വിദ്യാർത്ഥികളാണ്. അവർ നമ്മുടെ കൂടെയുണ്ട്. അവർ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കുട്ടികൾ എന്താണോ ആവശ്യപ്പെടുന്നത്, കുട്ടികൾക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങാം. മാർക്ക് മാത്രമല്ല, കുട്ടികൾ തളർന്നു നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവും. ഈ നിമിഷങ്ങളിൽ നമ്മൾ മോട്ടിവേഷനായിട്ടും കൊടുക്കുന്നുണ്ട്. മക്കളെ, ഇന്ന് നിങ്ങൾ വന്നിരിക്കണം, ഇന്ന് നിങ്ങൾ വരണം. കാരണം ഇതിൻ്റെ വിശദീകരണം നമ്മൾ ഇന്നത്തെ സ്റ്റഡി പ്ലാനിലൂടെ പറയുന്നതാണ്. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫുൾ A+ലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ട് നമുക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു ദിവസമാണ്. മക്കൾ, ആരും മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, എജുപോർട്ടിനെ നെഞ്ചിലേറ്റിയ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ വിളിച്ച് ഇന്ന് കൃത്യം 7 മണിക്ക് നിങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിൻ്റെ ഒരു വിശദീകരണം, ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചടുലമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കണ്ടേ നമുക്ക്? ഇവരെ മിണ്ടാട്ടം മുട്ടി നിന്നാൽ മതിയോ? കൊടുക്കും നമ്മൾ. നിങ്ങൾ ഉണ്ടാവില്ലട കൂടെ. മറക്കണ്ട, ഇന്ന് കൃത്യം 7 മണിക്ക്.
വരണം. ഇത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെയും കൂടി ആവശ്യമാണ്. ബൈ.